പണ്ട് കാലത്ത് ഈ നാഡി പരീക്ഷ അല്ലെങ്കിൽ പ്രകൃതി പരീക്ഷ തുടങ്ങിയ സംഭവങ്ങളൊക്കെ കൊണ്ടിട്ടായിരുന്നല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതേ രീതികൾ തന്നെയാണോ ആയുർവേദത്തിൽ അവലംബിച്ച് പോകുന്നത്? നമ്മൾ മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ആയ എക്സ്റേ, MRI അതുമെല്ലാം വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ടോ? രണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പരമ്പരാഗതമായിട്ട് ശീലിച്ചു വരുന്നതും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നാഡീപരീക്ഷ, പ്രകൃതി പരീക്ഷയ്ക്കാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തഡോളജീസ് ആയുള്ള MRI അല്ലെങ്കിൽ ചില കേസുകൾ CT സ്കാൻ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനകത്തൊക്കെ കുറച്ചും കൂടെ നമുക്കൊരു ആക്യുറസിയിലേക്ക് വരാൻ കഴിയും. മറ്റേത് കുറച്ചും കൂടി ഒരു വേഗ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കൃത്യമായിട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും പിൻ പോയിന്റ് മനസ്സിലാക്കണം എന്നില്ല. പക്ഷെ നമുക്കൊരു MRI കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായി ഡിസ്കിന് ടയർ ആണോ, കംപ്രഷൻ ആണോ, ഡാമേജ് എത്രത്തോളം ഉണ്ട്, ഒരു ഡിസ്കിൽ മാത്രമാണ് ആയിരിക്കും പേഷ്യന്റ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന്റെ മുകളിലും താഴെയുള്ള 2-3 ഡിസ്കുകൾക്ക് പ്രശ്നം ഉണ്ടാവാം. ഈ ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്ത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഏത് ഏരിയയിലാണ് എന്ത് കേസ്. ചില കേസുകൾ ചെയ്തുകൂടാത്തതുണ്ട്. ഡിസ്ക് കംപ്ലീറ്റ്ലി ടയർ ആയി ഫുള്ളി ഡാമേജ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻസ് ഉണ്ട്. കമ്പൽസറി സർജിക്കൽ കേസാണ്. BAMS എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് സർജറി ഉൾപ്പെടെ അല്ലെങ്കിൽ മോഡേൺ പോർഷനും കൂടെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് അതാണ്. ചില കേസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. സർജിക്കൽ ചാൻസ് ഉള്ളൂ എങ്കിൽ അതിലേക്ക് റെഫർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം.